ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ മഹേഷിനോട് പറയുകയാണ്. എനിക്ക് പേടിയാണ്, കാരണം ഈ കുഞ്ഞ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ട് മഹേഷേ. പക്ഷേ എൻ്റെ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്നിങ്ങനെ ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുക. മഹേഷിനും ഇഷിതയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടി തോന്നി. കാരണം ഇനി അങ്ങനെ സംഭവിച്ചാലോ എന്ന്. ഇവിടെ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കില്ല, സംഭവിക്കും. ദേ മഞ്ജിമേച്ചി ആ ഒരു ഇതോട് കൂടി തന്നെ നടക്കുക. പിന്നെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഏത് ഡോക്ടറെയാണ് കാണാനായിട്ട് പോകുന്നത്, എവിടെയാണ് പോകുന്നത് എന്നൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അതൊന്നും മഞ്ജിമേച്ചിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും പിന്നിൽ ആ രചന തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, അവളും ഉണ്ട്. രണ്ടുപേരും കൂടി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് പേടിയാണ് മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ അതെ, ഇന്നത്തോടെ ഞാൻ ഇതിനൊരു തീർപ്പുണ്ടാക്കി തരാം. അതെനിക്കതുപോലെ നമ്മുടെ കുഞ്ഞിനെ ഒരിത്തരം തൊടാനായിട്ട് പോകുന്നില്ല ഇഷിത. അങ്ങനൊരു പേടി തനിക്ക് വേണ്ട. ഇപ്പം തന്നെ ഞാനത് മനസ്സിലാക്കി തരാം. എവിടെ പോകുന്നു മഹേഷേ? അതൊക്കെയുണ്ട്, താൻ ഇവിടെ തന്നെ നിന്നാൽ മതി, എൻ്റെ പുറകെ താൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇഷിത വാതിലടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഭയങ്കര കലിപ്പിലാണ് മഹേഷ്. അപ്പോൾ ഈ സ്വപ്നവല്ലിയും രാമനൊക്കെ ചോദിക്കുകയാണ്, ഇതെന്താ നിനക്ക് പറ്റിയത്? എന്താടാ മഹേഷേ, നിൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യമുണ്ടല്ലോ. പറയാം, എൻ്റെ ദേഷ്യത്തിന് കാരണമൊക്കെ ഞാൻ പറയാം. ആദ്യം നിങ്ങളുടെ മോളെ വിളിക്ക്. മഞ്ജിമേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അമ്മേ കാണുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് നിന്നോട് എന്തൊക്കെയാണ് പറയാനുണ്ടെന്ന്. എന്താ? അതെ, ഇവിടെ ചിലരൊക്കെ ചില പ്ലാനുമായിട്ട് നടക്കുന്നുണ്ട്. ഇഷിതയുടെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ ആരും താല്പര്യം കാണിക്കാൻ നിൽക്കണ്ട. അതെന്താ മക്കളെ നീ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ രാമൻ ചോദിച്ചപ്പോഴേക്കും അച്ഛനമ്മയെ ഉദ്ദേശിച്ചിട്ടല്ല, വേറെ ചിലരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. അതായത് നിങ്ങളുടെ മോളെ തന്നെ ഉദ്ദേശിച്ചിട്ട്. അവളെന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവളിപ്പം എൻ്റെ അടുത്ത് ഇല്ലേതാനും. പക്ഷേ അവളുടെ മനസ്സ് പൊട്ടുന്ന വേദന ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കാരണം എന്താണെന്നറിയാവോ? അവൾക്കത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൾ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ മാഷു വഴി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്നും പറയാം നമ്മുടെ മഹേഷ്. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്നും ആരും വിചാരിക്കണ്ട. മറ്റു പലരോടും ചേർന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരുടെ മനസ്സിലെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയാണെങ്കിൽ എടാ നീ എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തെന്നാടാ പറയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ തോന്നിവാസം പറയുന്നത്? ഞാൻ ആരുടെ കൂടെ നടന്നെന്നാണ് പറയുന്നത്? നിങ്ങളെ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാന്ന് നിങ്ങൾക്കും ആ രചനയ്ക്കും മനസ്സിൽ വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേര്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവള് കാണാൻ പോകുന്ന ഡോക്ടറിന്റെ വിവരം നിങ്ങൾക്കറിയേണ്ടത്? എനിക്ക് മനസ്സിലായി. അവൾക്ക് പണ്ട് സംഭവിച്ചതുപോലെ, അതായത് ഒരു കല്യാണത്തിന് അവൾ ഗർഭിണി ആവില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടറെ പോലെ ആകോ എല്ലാ ഡോക്ടറും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മഹേഷേ, നീ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ അനാവശ്യമല്ല, കറക്റ്റായ കാര്യം തന്നെയാണ് പറയുന്നത്. അത് ഇഷിതയുടെ കുഞ്ഞല്ല, എൻ്റെ ഈ മഹേഷിൻ്റെ കുഞ്ഞ്. ഈ മഹേഷിൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഈ മഹേഷിൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ ഞാൻ കത്തിക്കും. അതേപോലെ മഹേഷ് പറയാം. അപ്പോൾ നമ്മുടെ ഇഷിത ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം തോന്നിക്കണം. എടാ മഹേഷേ, നീ രചനയെ നീയല്ലേ വിളിച്ചു വരുത്തിയത്? രചനയെ സപ്പോർട്ട് ചെയ്ത് നീ തന്നെയല്ലേ? ഇപ്പം എന്താ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുമെന്ന് അറിഞ്ഞപ്പോഴേക്കും നീ എന്താ കാല് മാറിയോ എന്നൊക്കെ ചോദിക്കണം. അതെ, രചനയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും അവളെ സപ്പോർട്ട് ചെയ്തതും ഞാൻ തന്നെയാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഇഷിതയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങളോട് ഇപ്പം പറയുന്നില്ല ഞാൻ, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ പേരിൽ ഇനി രചനയും നിങ്ങളും കൂടി ചേർന്ന് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെ ഉപദ്രവിക്കാനാണെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല. ഇതെൻ്റെ വീടാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് എന്നൊക്കെ മഹേഷ് നല്ല രീതിയിൽ തന്നെ മറുപടി പറയാം. അപ്പോൾ മഞ്ജിമയുടെ മഹേഷെ മിണ്ടിപ്പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ നേരെ എങ്ങാനും നിങ്ങളുടെ കൈ ഉയർന്നെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ട രാമനാണെങ്കിൽ മോടെ മഹേഷേ, ഇഷിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. അവളെയും അവളുടെ കുഞ്ഞിനെയും കാത്ത് ഞാനും സ്വപ്നവും അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും മോളെ. ഇനി അഥവാ
ഞങ്ങളെ മറികടന്നുകൊണ്ട് അവളുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദേ ഈ ഈ രാമൻ പിന്നീട് ജീവനോടെ ഉണ്ടാകില്ല മോനെ എന്നൊക്കെ അച്ഛൻ വാക്ക് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ആശ്വാസമായി. മഹേഷ് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇഷിതയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇപ്പോൾ ഇത്രയും പോരെ ഡോസ് കൊടുത്തത്? തൽക്കാലം മതി, ഞാനെല്ലാം കേട്ടായിരുന്നു. അതെ, താനും അറിയണമല്ലോ, അങ്ങനെ ഇവരെയൊന്നും വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോടോ. അതെ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. എന്നാലും മഞ്ജിമേച്ചി അല്ലാതിരിക്കില്ല. അവരുടെ സ്വഭാവമൊന്നും മാറാനായിട്ട് പോകുന്നില്ല. ഞാനേതായാലും മഞ്ജിമേച്ചി തരുന്ന ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാൽ പോരെ? അതൊന്നും വേണ്ട എന്നേ. താൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല മഹേഷേ, എനിക്ക് പേടിയുണ്ട്. കാരണം തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മഞ്ജിമേച്ചിയെ പേടിയുണ്ട്. ആ രചനയെയും അവൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട് 18 പണിയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട. എപ്പോഴും തൻ്റെ നിഴലായിട്ട് ഞാനില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇനി കൂളായിട്ട് നിൽക്ക്. എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാതെ നോക്കാനായിട്ട് എനിക്കറിയാം. ഞാൻ കെയർ ചെയ്തോളാം. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും നമ്മുടെ ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഇനി കരച്ചിലെല്ലാം നിർത്തേ, കൂളായിക്കണ്ടേ? ശരി, ഞാൻ കൂളായി. പക്ഷേ എനിക്കിപ്പോൾ ഒരാഗ്രഹം തോന്നുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ മഹേഷേ? എന്ത് വേണോന്ന് പറ. ഏതാഗ്രഹമാണെങ്കിൽ ഇഷിതയ്ക്ക് ഞാൻ സാധിച്ചു തരൂലേ? എന്താ, മസാല ദോശ വേണോ? അതൊന്നല്ല. പിന്നെന്താ, പച്ചമാങ്ങ വേണോ? അതുമല്ല. പിന്നെന്താ വേണ്ടത്? അത് പറ. അതെ, ഞാൻ ചെറുതായിരുന്നപ്പോഴേ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്കൊരു സൈക്കിൾ മേടിച്ചു തന്നായിരുന്നു. ആ സൈക്കിളിൽ ചവിട്ടിയാ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേച്ചത്. പക്ഷേ ആഷിതേച്ചിക്ക് സൈക്കിളിൽ കയറാൻ പേടിയാ. അതുകൊണ്ട് ആഷിതേച്ചിക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തിനാണ് താൻ ഇപ്പം എന്നോട് പറയുന്നത്? കാര്യമുണ്ട്. എനിക്കിപ്പേ വല്ലാത്ത മോഹം. ഒരു സൈക്കിളിൽ നമുക്ക് ഡബിൾസ് അടിച്ച് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു മഹേഷേ. ഇത് കേട്ട മഹേഷ് ആണെങ്കിൽ എന്തൊക്കെയാ പറയുന്നേ? ഡബിൾസ് അടിച്ച് പോകണമെന്നോ? ഈ പാതിരാത്രി സൈക്കിളിലോ? അതെ, എൻ്റെ മനസ്സിൽ ആഗ്രഹം അതാണ്. അതിന് സൈക്കിൾ എവിടെ? സൈക്കിളൊന്നുമില്ല. അതെ, ഫ്ലാറ്റിൻ്റെ താഴെ പാർക്കിങ്ങിൽ ഏതെങ്കിലും പിള്ളേരുടെ സൈക്കിളൊക്കെ ഉണ്ടാകും. ആ സൈക്കിൾ നമുക്ക് കയറി ഡബിൾസ് അടിച്ച് പോകാം മഹേഷേ. അയ്യോ ഇഷിത, വേറെന്തെങ്കിലും പറയണം. ഇത് വല്ലാത്തൊരു കഠിനമായിപ്പോയല്ലോ. താൻ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാൻ പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ഇതിങ്ങനെയുണ്ടോ ആഗ്രഹങ്ങൾ? എൻ്റെ ആഗ്രഹം ഇതാണ്. അതെ, നമുക്ക് കാറിൽ പോയാലോ? കാറിലൊന്നും പോകണ്ട, മൂട് കളയാനായിട്ട്. എനിക്ക് കാറിൽ പോകണ്ട മഹേഷേ, എനിക്ക് സൈക്കിളിൽ തന്നെ പോയാൽ മതി. ഇത്രയും സമയമായില്ലേ, നമുക്ക് അത്താഴമൊക്കെ കടിച്ച് കിടന്നുറങ്ങിയാലോ? അതെ, നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിന്ന് നല്ല ചൂടുള്ള ദോശയും ചട്നിയും ഒരു ഓംലേറ്റും ഒക്കെ കഴിക്കുന്നതാണ് മഹേഷേ എനിക്കിഷ്ടം. ഇത് കേട്ട താനൊരു ഡോക്ടറാണ്. ഈ സമയത്ത് ഇങ്ങനെയൊന്നും യാത്ര ചെയ്യാൻ പാടില്ലെന്ന് തനിക്ക് അറിയില്ലേ? അല്ലെങ്കിലേ കുഞ്ഞിനെ കുറിച്ചുള്ള പേടിയാണ് തനിക്ക്. അത് പിന്നെ മഹേഷേ, അതെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പേടി. പക്ഷേ സൈക്കിളിൽ പോയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ തലകറങ്ങി വീണത് കൊണ്ടല്ലേ ഞാൻ ഗർഭിണിയാണെന്ന വിവരം മഹേഷ് അറിഞ്ഞത്. പക്ഷേ എത്രയെത്ര സ്ത്രീകൾ ഇതൊന്നും അറിയാതെ സൈക്കിൾ യാത്ര ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ എനിക്കും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. മഹേഷ് എന്നെ കൊണ്ടുപോകില്ലയോ? തൻ്റെ ഇത് വല്ലാത്തൊരു ആഗ്രഹമായി പോയിട്ടോ. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വേണ്ട, എങ്കിൽ വേണ്ടെന്നേ. ഇനി എന്താണ് ഇഷിതയുടെ ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ നിൽക്കരുത്. എനിക്ക് ഒരു ആഗ്രഹവും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത മോനെയും വിരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ മഹേഷ്, താനിങ്ങനെ പിണങ്ങല്ലേടോ? ശരി, ഡബിൾസ് എങ്കിൽ ഡബിൾസ്, നമുക്കിന്ന് സൈക്കിളിൽ പോകാം. ആണോ മഹേഷ്? എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ താഴത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും സൈക്കിൾ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഇതേ സൈക്കിൾ ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ വലിപ്പവും ചെറുപ്പമുള്ള സൈക്കിളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ചെറിയ സൈക്കിളിൽ കയറി നമ്മുടെ ഇഷിത ഇരുന്നിട്ട് നമുക്ക് ഇതിൽ പോയാലോ? ഇതിലെങ്ങനെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്? അത് ശരിയാണല്ലേ, നമുക്ക് ഈ സൈക്കിൾ എടുക്കാം ഇഷിതേ. അതെ, ലോക്കുമില്ല. പക്ഷേ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണിയാവൂലേ? കാണണമെങ്കിൽ കാണട്ടേന്നേ. ക്യാമറ ഉണ്ടല്ലോ, അതിൽ കാണട്ടെ. നമ്മൾ തിരിച്ചു കൊണ്ടുവെക്കുന്നതും കാണുമല്ലോ. അതിന് പ്രശ്നമൊന്നുമില്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ആ സൈക്കിൾ പതിയെ എടുത്ത് നേരെ പുറത്തേക്ക് കൊണ്ടുപോയി, വാ കയറിയിരിക്കുക, തൻ്റെ ആഗ്രഹം സഫലമാകണ്ടേ
എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ ആ ഫ്രണ്ട് സീറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആഗ്രഹമൊക്കെ സഫലമാകാൻ പോവുകയാണ്, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയും മഹേഷും കൂടി സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോവുക. എന്ത് രസമാണല്ലേ മഹേഷേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളത്. ഇപ്പോഴേ അതിന് ശേഷം ഇപ്പോഴാ സൈക്കിളിൽ കയറി ഇങ്ങനെ യാത്ര പോകുന്നത്. നല്ല രസമല്ലേ? പിന്നെ നല്ല രസമാണ്. അപ്പം ഇങ്ങനെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ദേ കുറച്ച് പോലീസ് ചെക്കിങ് നടക്കുകയാണ്. ദേ ഇഷിത അങ്ങോട്ട് നോക്കിക്കണ്ടേ, പോലീസ് പെട്ടു, ഇഷിത പെട്ടു. ദൈവമേ, ഈ സമയത്ത് എന്തിനാണ് ഇവരിവിടെ നിൽക്കുന്നത്? അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോകാൻ തിരിഞ്ഞ് ഡബിൾസ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും, ഉറപ്പാ, നമ്മളെ പിടിച്ച് നിർത്തും. അങ്ങനെ ഇവർ തിരിഞ്ഞു പോകാൻ സമയത്ത് പോലീസുകാരോട് ഇങ്ങനെ നിൽക്കടാ അവിടെ, ആരത്, നിൽക്കടാ അവിടെ, ഇങ്ങോട്ട് വാടാ എന്ന് പറയാം. പക്ഷേ ഇവർ രണ്ടുപേരും നിന്നില്ല, ഒറ്റ പോക്കാണ്. അപ്പോഴേക്കും വേറെ പോലീസുകാർ വന്നിട്ട് അതെ ഒരാണും പെണ്ണുമാണ്, കറങ്ങാനിറങ്ങിയതായിരിക്കും, നല്ലവരാണെന്ന് തോന്നുന്നു. വിട്ടേക്കാം സാറേ, ഇവറ്റകളെ കൊണ്ട് തോറ്റു, കറങ്ങാൻ കണ്ട സമയമേ എന്നൊക്കെ മനുഷ്യൻ്റെ തലവേദന ഒപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി ഒരു കലിങ്കിൻ്റെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ തൻ്റെ ആഗ്രഹം തീർന്നോ? കുറച്ചൊക്കെ ആഗ്രഹങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു മഹേഷേ. ഏതായാലും നമുക്ക് പെറ്റി വീഴും, അതുറപ്പുള്ള കാര്യം. പെറ്റി വീഴണമെങ്കിൽ വീഴട്ടേന്നെ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വരുന്നു രണ്ടുപേര് സൈക്കിള് വരികയാണ്. ദേ വരുന്നു സൈക്കിള്. നിങ്ങൾ എവിടെ ഇരിക്കുകയാണോ? നിങ്ങൾ ആ പാർക്കിൽ വന്നവരല്ലേ പിള്ളേരെ? അതെ, പാർക്കിൽ വന്നവർ തന്നെ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വിട്ടില്ലല്ലേ? റൊമാൻസേ. ദേ പലതരത്തിലുള്ള റൊമാൻസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഹണിമൂൺ ഇങ്ങനെ ആഘോഷിക്കാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എടാ ചെറുക്കന്മാരെ, പോ വിട്ടുപോയിക്കണ്ടേ. അല്ല, നിങ്ങൾ ഈ പാതിരാത്രി എവിടെ പോയിട്ട് വരിക? അതെ, ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരികയാണ്. പിന്നെ ഈ പാതിരാത്രിയോ? അതേട്ടാ, ഈ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരിക. ഞാനവനെ കൊണ്ടുപോയി അങ്ങോട്ട് ആക്കിയത്. എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ. പോടാ, ചെല്ല് വിടറാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സൈക്കിൾ എടുത്തിട്ട് പോവുകയാണ്. ഇവരുടെ ഒരു രീതി കണ്ടിട്ട് ഇവരും സന്തോഷത്തോടെ മതിമറന്ന് നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.